ഹലോ, അസ്സലാമു അലൈക്കും. എന്താ വിശേഷം? സുഖമല്ല എല്ലാവർക്കും? ഇന്നിപ്പോൾ ഇവിടെ രാത്രി 10 മണി, ഏകദേശം ഒരു 9 മണിയായി ഞാനിതിപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ. സാധാരണ ആമിക്ക് സ്കൂളുണ്ടാകുന്നതുകൊണ്ട് രാവിലെ പോകേണ്ടതല്ലേ, ഇപ്പോൾ രാത്രി പെട്ടെന്ന് ഉറക്കുന്നതുകൊണ്ട് തന്നെ മഗ്‌രിബ് കഴിഞ്ഞ പാട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊടുക്കും. ഇതിപ്പോൾ അവർ കുറച്ച് സമയം പുറത്തുനിന്ന് കളിച്ച്, നാളെ ഫ്രൈഡേ അല്ലേ, അപ്പോൾ സ്കൂളില്ല, കുറച്ച് ലേറ്റായിട്ടേ ഉറങ്ങുള്ളൂ. ഭക്ഷണം ഉണ്ടാക്കാനും അതുപോലെ ലേറ്റായി. അവർ കുറച്ച് സമയം കളിച്ചിട്ടെല്ലാം വന്ന്, ഞാനും പുറത്ത് പോയിട്ടുണ്ടായിന്, ഇവിടെ മുറ്റത്ത് തന്നെ റോഡിൽ. അപ്പോൾ അങ്ങനെ കളിച്ചിട്ടെല്ലാം കയറി വന്ന് എന്നിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും. ഇതുപോലത്തെ ചപ്പാത്തി നിങ്ങൾ ഉണ്ടാക്കലുണ്ടോ? ശരിക്കും കുറച്ച് കൂടുതൽ എണ്ണ യൂസ് ചെയ്യണം. പിന്നെ അതുപോലെ മടക്കിയിട്ടോ ചുടുന്നത്, മടക്കിയിട്ട് 4 കോണായിട്ടും അല്ലെങ്കിൽ 3 മൂലയായിട്ടൊക്കെ ചുടാം. ഞാൻ ഈ 3 മൂല ചപ്പാത്തി ചുട്ടത് ഭയങ്കര പൊറോട്ടൻ്റെ അതേ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇത് ആട്ടപ്പൊടിയാണെന്ന് മാത്രം. മൈദൻ്റെ ആണെങ്കിൽ ശരിക്കും ഒരു പൊറോട്ടൻ്റെ ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ ആട്ടയും മൈദയും ഒരേ അളവിലെടുത്തിട്ടും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ആട്ട മാത്രം എടുത്ത് ചെയ്തതാണ്. കുഴക്കുമ്പോഴും കുറച്ച് എണ്ണ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ പരത്തി മടക്കുമ്പോഴും ചുടുമ്പോഴും എല്ലാം കുറച്ച് എണ്ണ യൂസ് ചെയ്യുന്നുണ്ട്. അതിലാണ് ടേസ്റ്റ് വരുന്നത്. ഡ്രൈ ആക്കി ചുട്ടാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ സാധാ എണ്ണയില്ലാത്ത ചപ്പാത്തി ഇല്ലേ, അത് എന്താ പറയുക, വല്ലാണ്ട് എനിക്ക് ഇഷ്ടമല്ല. ഇവിടെ ആർക്കും ഇഷ്ടമല്ല, ആരും കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനൊരു ചപ്പാത്തിയും ഗ്രീൻ പീസ് വരെ ഇന്ന് ഉണ്ടാക്കിയത്. ഭയങ്കര ടേസ്റ്റാണ്. ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അഭിപ്രായങ്ങൾ, അതായത് തെറ്റും ശരിയും എന്തുണ്ടെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. പിന്നെ വേറെന്താ, എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിന്, കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിന് മസ്കറ്റിൽ എവിടെയാണെന്ന്. മസ്കറ്റിൽ വാദി കബീറാന്ന് ഞാൻ റിപ്ലൈ ഇട്ടിന്, എന്നാൽ ഞാൻ ഇതിലൂടെ വെറുതെ പറയുന്നു മാത്രം. വാദി കബീറാണ് കേട്ടോ. പിന്നെ മസ്കറ്റിലുള്ളവരെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യും, കാണുന്നവർ. ഗ്രീൻ പീസ് കറിയും അങ്ങനെ ചപ്പാത്തിയും കൂടി അടിപൊളി ഡിന്നർ റെഡിയായി. ഇൻഷാ അല്ലാഹ് ഇത് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. ഗ്രീൻ പീസ് കറിയിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചതാണ്. തേങ്ങാപ്പാൽ കുറച്ച് കുറഞ്ഞതുകൊണ്ട് കുറച്ച് പശുവിൻ്റെ പാൽ ഒഴിച്ചു. അപ്പോൾ സാധാ പാക്കറ്റ് പാലെല്ലാം കുറച്ച് ഒഴിച്ചാൽ ഏത് കറിക്കും അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാവും. ഇൻഷാ അല്ലാഹ്.